ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ബാംഗ്ലൂർ നല്ല അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. വി പുരം ഫുഡ് സ്ട്രീറ്റ്. അവിടെ ഞാൻ പോകണമെന്ന് മുന്നേ ആഗ്രഹിച്ചതാണ് കേട്ടോ, വീഡിയോസ് കുറേ കണ്ടിട്ട്. അവിടെ പോയപ്പോൾ ഞാൻ കുറേ ദൂരേന്നേ ശ്രദ്ധിച്ചു, ഇങ്ങനെ കുറേ സ്മോക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ജ്യൂസ് കടയ്ക്ക് പോയി. ഈ ജ്യൂസ് കടയിൽ ആയിരുന്നു ഫ്രീ ആയിട്ട് നമുക്ക് ഫയർ ഷോയും സ്മോക്ക് ഷോയും കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ സ്മോക്ക് വരുന്നത്, എങ്ങനെയായിരിക്കും അവർക്കിത് വരുത്താൻ പറ്റിയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്തി നോക്കിയിട്ടോ. അവർ ഈ ചെറിയ ചെറിയ ഗ്ലാസ്സസിനെ ഉപ്പിലും മുളക് പൊടിയിലും പിന്നെ നാരങ്ങ വെള്ളത്തിലും ഇങ്ങനെ അതിൻ്റെ കോർണേഴ്സ് ഡിപ്പ് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം അവരിങ്ങനെ ഷോവിനായിട്ട് 4 ഗ്ലാസ്സസിൽ ഇങ്ങനെ കുറേ പ്ലേറ്റിൽ ഇങ്ങനെ സ്മോക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ജാമുനും മാംഗോ ആയിരുന്നു. എനിക്ക് മാംഗോ നല്ല ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് ഓർഡർ ചെയ്തത്. ജാമുൻ പിന്നെ മറ്റേ ഒരു ബ്ലാക്ക് കളർ ചെറിയൊരു ഫ്രൂട്ടാണ്, അതാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ഒരു മുക്കി വെച്ച ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ നല്ല പൾപ്പി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ വെച്ചത്. നല്ല റിയൽ ഫ്രൂട്ട് ജ്യൂസായിരുന്നു, നല്ല പൾപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗ്ലാസ് വളരെ ചെറുതാണ് കേട്ടോ. ഒരു ഗ്ലാസിൻ്റെ വില 50 റുപ്പീസാണ്. ഒരു ജ്യൂസ് ഓഫ് ഗ്ലാസിൻ്റെ വില 50 റുപ്പീസാണ്. അപ്പോൾ മാംഗോ ഞാൻ കുടിച്ച് നോക്കി കേട്ടോ, എനിക്ക് മാംഗോ നല്ല ഇഷ്ടമായി. ഈ ഒരു കടയുടെ പേര് പേർപ്പിൾ ഡ്രോപ്പാണ്. ഇത് നമ്മുടെ ആ സ്ട്രീറ്റിൻ്റെ എൻഡിലോട്ടാണ് കേട്ടോ ഈ കട വരുന്നത്. ഇത് രണ്ടും കൂടാതെ ഇവിടെ ഗൂവയും ലെമൻ്റെയും കൂടി ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജാമുൻ എനിക്ക് അധികം ഇഷ്ടമായില്ല കേട്ടോ, എനിക്ക് മാംഗോ ആയിരുന്നു ശരിക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇത് എല്ലാത്തിനും വില 50 ആണ്, ബട്ട് നാരങ്ങയുടെ വില മാത്രം 30 ആണ്. അതിനുശേഷം ഞങ്ങൾ നേരെ നടന്നു വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി വയറ് നന്നായി നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഇതിന് മുന്നെയാണ് മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വയറ് നന്നായി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ ഒരു പൊറോട്ടകൾ ഉണ്ടായിരുന്നു, ചോല ഭട്ടൂര, പൂരി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇഡ്ഡലി, പിന്നെ സ്വീറ്റ്സിൽ ഇങ്ങനെ അവർ മലായി പറഞ്ഞിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു, ഒരു വൈറ്റ് കളർ കട്ടിപ്പാല് പോലെ സംഭവം ജലേബിയിൽ. പിന്നെ ബാഗ്സ്, ചെരുപ്പുകൾ, ബുക്സ്, അങ്ങനെ കുറേ അനവധി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടു നടക്കാൻ നല്ല രസമാണ്. അധികം ക്രൗഡഡ് ആണോ, നമ്മൾ വീക്കെൻഡ്സിലൊക്കെ പോയാൽ നല്ല ക്രൗഡഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് വർക്കിംഗ് ഡേയ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എൻജോയും ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഷസ് നമുക്ക് ട്രൈ ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് അവൾക്ക് ബാബു നമ്പൂതിരിനെ കാണണമെന്ന് നന്നായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാബു നമ്പൂതിരി ചേട്ടൻ്റെ കടയിൽ പോയി. അവിടെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാനികളായിരുന്നു ഉണ്ടായിരുന്നത്, പാനിപ്പൂരിയിൽ ഒഴിക്കാനായിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഞാനൊരു പ്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പ്ലേറ്റും കൂടെ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു നമുക്കൊരു പ്ലേറ്റും കൂടെ ഓർഡർ ചെയ്യാമെന്ന്. ലാസ്റ്റ് ടൈമിലാണ് കുടത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ കുടത്തിൽ ഒരു മുടി കണ്ടത്, മീൻസ് ആ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു മുടി കണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെക്കൻഡ് പ്ലേറ്റ് ഓർഡർ ചെയ്തില്ല, കഴിച്ചത് കൊണ്ട് അവിടെ നിന്ന് മാറി കേട്ടോ. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു, ഈ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ പോയത് നിവിൻ പോളിയുടെ സ്വന്തം ബണ്ണിൻചാരം കഴിക്കാനാണ്. അവരിങ്ങനെ ബട്ടറിലാക്കിയ ബണ്ണും ആ കറീൻ്റെ മേലെ ബട്ടറും പിന്നെ ഉണിയനൊക്കെ ഇട്ടിട്ട് ആണ് കേട്ടോ തരിക. ആ ഒരു പ്ലേറ്റിന് വരുന്നത് 100 റുപ്പീസാണ്. ഇവിടെ വരുമ്പോൾ ടേസ്റ്റ് എല്ലാം ഓക്കെ ആണെങ്കിലും ഹൈജീൻ ഒരുപാട് പ്രതീക്ഷിക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.